സർക്കാരിൻ്റെ മന്ത്രിമാരുടെ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. അത് സർക്കാർ ചെയ്യാൻ തയ്യാറല്ല. ഓരോ വാശിയാണല്ലോ. ഒരാൾ പോലും ഇതുവരെ വിളിച്ചിട്ട് പോലുമില്ല കുടുംബത്തിൽപ്പെട്ട ഒരാളെ. മരണത്തിലും മുതലെടുപ്പ് നടത്തുന്ന കോൺഗ്രസിന്റെ വികൃതമായ പൊയ്മുഖം പലപ്പോഴായി പൊതുമധ്യത്തിൽ അഴിഞ്ഞു വീണതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ട തീർത്തും ദാരുണവും നിർഭാഗ്യകരവുമായ സംഭവത്തെ സർക്കാരിനെതിരായ ആയുധമാക്കാൻ പ്രതിപക്ഷ കൂട്ടത്തിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിച്ച് കോൺഗ്രസ് BJP ലീഗ് സഖ്യം അഴിച്ചുവിട്ട കുപ്രചാരണ പരമ്പരകളും ആക്രമണങ്ങളും നമ്മൾ കണ്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വ്യക്തിഹത്യ ചെയ്തു. പക്ഷേ അപ്പോഴെല്ലാം ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു ഇടതു സർക്കാർ. അന്ന് ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചപ്പോൾ മന്ത്രി അവർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു, വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന്. ഇപ്പോഴിതാ പറഞ്ഞത് ചെയ്യുന്ന സർക്കാർ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ബിന്ദുവിന്റെ കുടുംബത്തിന് വീടൊരുങ്ങി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ നാഷണൽ സർവീസ് സ്കീം നവീകരിച്ച വീടിന്റെ താക്കോൽ കുടുംബത്തിന് ഇന്ന് കൈമാറും. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് മേപ്പത്തുകുന്നേൽ ബിന്ദുവിന്റെ കുടുംബത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം നവീകരിച്ച് നൽകിയ വീടിന്റെ താക്കോൽ ദാനം സെപ്റ്റംബർ 26-ന് നടക്കും. 12.5 ലക്ഷം രൂപ ചെലവിലാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഈ വീട് പണി പൂർത്തീകരിച്ച് നൽകുന്നത്. അമ്മ ബിന്ദുവിന്റെ ഓർമ്മകൾ വേരോടുന്ന സ്നേഹവീട്ടിലേക്ക് നവമിയും നവനീതും കയറി ചെല്ലും. അച്ഛൻ വിശ്രുതന്റെയും മുത്തശ്ശി സീതാലക്ഷ്മിയുടെയും കൈപിടിച്ച് 13 ലക്ഷത്തോളം രൂപ ചെലവിലാണ് വീട് നവീകരിച്ചത്. MG കേരള യൂണിവേഴ്സിറ്റികളിലെ NSS യൂണിറ്റുകൾ ചേർന്നായിരുന്നു നിർമ്മാണം. 3 മാസത്തിനുള്ളിൽ ചുറ്റുമതിലടക്കം പൂർത്തിയാക്കി വീടൊരുങ്ങി. അടുക്കളയായി ഉപയോഗിച്ചിരുന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അടുക്കളയും ശുചിമുറി ഉൾപ്പെടുന്ന ഒരു മുറിയും വർക്ക് ഏരിയയും നിലവിലുള്ള വീടിനോട് കൂട്ടിച്ചേർത്ത് പുതുതായി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു. മോശമായ കട്ടിളകളും വാതിലുകളും ജനലുകളെല്ലാം മാറ്റി. മുൻഭാഗത്ത് സംരക്ഷണ ഭിത്തി, മുറ്റത്ത് ഷീറ്റ്, പുതിയ സെപ്റ്റിക് ടാങ്കും നിർമ്മിച്ചു. വീട്ടിലേക്കെത്താൻ പുതിയ കൈവരിയും നിർമ്മിച്ചിട്ടുണ്ട്. നേരത്തെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് 10.50 ലക്ഷം രൂപ നൽകിയിരുന്നു. മകന് സർക്കാർ ജോലി ഉറപ്പാക്കി. മകളുടെ ചികിത്സാ ചെലവും ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴിതാ സമയബന്ധിതമായി വീട് നിർമ്മാണവും പൂർത്തീകരിച്ചിരിക്കുകയാണ്. കേട്ടല്ലോ, ഇതാണ് ജനപക്ഷ സർക്കാർ, LDF സർക്കാർ. ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ ചതിച്ച് അവരുടെ കണ്ണീരിന്റെ ചൂടുള്ള പണം സ്വന്തം കീശയിലാക്കുന്ന കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ലീഗോ അല്ല, ഇത് ഇടതു സർക്കാരാണ്. ബിന്ദുവിന്റെ മരണത്തെ സർക്കാരിനെതിരെ ആയുധമാക്കിയപ്പോൾ UDF ഭരണകാലത്തെ പിടിപ്പുകേടുകളെ കൂടിയാണ് അവർ സൗകര്യപൂർവ്വം മറന്നുകളഞ്ഞത്. സർക്കാർ പണി കഴിപ്പിച്ച മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയതുമില്ല. ആരോഗ്യമേഖലയെയും സർക്കാരിനെയും താറടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എല്ലാം പാഴായിപ്പോയെന്ന് മാത്രം. ഈ സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന ബിന്ദുവിന്റെ ജീവിത പങ്കാളി വിശ്രുതൻ പറഞ്ഞത് കേട്ടതല്ലേ? ഈ മനുഷ്യരുടെ വാക്കുകളിലുണ്ട് ഇടതു സർക്കാരിന്റെ കരുതലിന്റെ ചേർത്തുപിടിക്കലിന്റെ രാഷ്ട്രീയം. ഇവിടെ LDF സർക്കാർ എന്തിനു തുടരണം എന്നതിന്റെ ഉത്തരം കൂടിയാണത്.